നമസ്കാരം. ഈ വീഡിയോ കാണുന്ന ഓരോ ആളുടെയും കയ്യിൽ ആധാർ കാർഡും പാൻ കാർഡും ഉണ്ടാകും. ആധാർ കാർഡും പാൻ കാർഡും ഇല്ലാത്ത ആരും തന്നെ ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവില്ല. പക്ഷെ പലപ്പോഴും ആളുകൾ തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ആളുകൾക്ക് അറിയാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു സിറ്റിസനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ പൗരന്റെ കയ്യിൽ ആധാർ കാർഡും പാൻ കാർഡും മാത്രം ഉണ്ടായാൽ മതി, എല്ലാം സെറ്റായി എന്നതാണ്. പക്ഷേ ഇതൊരു മിഥ്യാധാരണയാണ്. 2026 നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ആധാർ കാർഡും പാൻ കാർഡും മാത്രം ഉണ്ടായാൽ പോരാ. പല കാര്യങ്ങൾക്കായി പല കാർഡുകളും ഇപ്പോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇഷ്യൂ ചെയ്തിരിക്കുകയാണ്. ഈ കാർഡുകൾ ഉണ്ടെങ്കിൽ പല ഗുണങ്ങളും നമുക്ക് പല കാര്യങ്ങളും ലഭിക്കും. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ ചില സാഹചര്യങ്ങളിൽ ചെന്ന് പെടുന്ന സമയത്ത് നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ അല്ലെങ്കിൽ ആ സാഹചര്യവുമായി ബന്ധപ്പെട്ട ഒരു കാർഡ് അല്ലെങ്കിൽ ലീഗലി നമുക്ക് ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റ് നമ്മുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ പല ആനുകൂല്യങ്ങളും കിട്ടാതെ പോകുന്ന സാഹചര്യങ്ങളും പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇഷ്യൂ ചെയ്തിരിക്കുന്ന 8 പ്രധാന കാർഡുകൾ എന്തൊക്കെയാണ്. ഓരോ ഇന്ത്യൻ പൗരന്റെ കയ്യിലും എസെൻഷ്യലായി ഉണ്ടായിരിക്കേണ്ട, പക്ഷെ ശ്രദ്ധിക്കുക, ഇത് നിയമപരമായിട്ട് നിർബന്ധമാക്കിയ ഒന്നുമല്ല, പക്ഷെ ഒരു ഇന്ത്യൻ പൗരന്റെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ട 8 പ്രധാനപ്പെട്ട കാർഡുകൾ, ആധാർ കാർഡും പാൻ കാർഡും അല്ലാതെ ഒരു പൗരന്റെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട കാർഡുകൾ ഏതൊക്കെയാണ്, അവയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അവ എന്തൊക്കെ കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോവുകയാണ്. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കണ്ടാൽ മാത്രമേ ഈ കാർഡുകളെ കുറിച്ച് അതിന്റെ ആവശ്യകതയെക്കുറിച്ചും അത് എന്തൊക്കെ കാര്യങ്ങൾക്കാണ് ഉപകരിക്കുന്നത് എന്നതിനെക്കുറിച്ചുമൊക്കെ മനസ്സിലാവുകയുള്ളൂ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ബോസോല മലയാളത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. ഞാൻ അഭിലാഷ്. ഒന്നാമത്തെ കാർഡ്, 8ൽ ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് അപ്പാർ ID ആണ്, അല്ലെങ്കിൽ ABC കാർഡും എന്നിതിനെ പറയും. അപ്പാർ ID എന്നതുകൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് സ്റ്റുഡൻസിനായിട്ടുള്ള ഒരു കാർഡാണ്. ഇന്ത്യയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ ഇന്ത്യയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഒരു കാർഡാണ് അപ്പാർ ID അല്ലെങ്കിൽ അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് കാർഡ്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ പഠിക്കുന്ന കോളേജിൽ നിന്നോ സ്കൂളിൽ നിന്നോ എന്തെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക പ്രശ്നമോ എന്തെങ്കിലും ഫീസ് ഇഷ്യൂയോ മറ്റോ കാരണം ഒരു വർഷം ഡ്രോപ്പ് ഔട്ട് ആയിരിക്കുന്നു എന്ന് വിചാരിക്കുക. ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ പിന്നീട് ഈ പ്രശ്നമെല്ലാം പരിഹരിച്ചുകൊണ്ട് മറ്റൊരു കോളേജിലോ മറ്റൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലോ നിങ്ങൾ പഠിക്കാൻ വേണ്ടി പോകുമ്പോൾ നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയ പ്രോഗ്രസ് മാഞ്ഞു പോകുമോ? അത് ഒരിക്കലും സംഭവിക്കില്ല എന്നതാണ് ഈ കാർഡ് ഉണ്ടായാലുള്ള ഗുണം. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇപ്പോൾ 1 നാഷൻ 1 സ്റ്റുഡന്റ് എന്ന് പറയുന്ന ഒരു ID സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു നിങ്ങളുടെ ATM കാർഡ് നിങ്ങളുടെ കയ്യിലുണ്ട്. ആ ATM കാർഡിനകത്ത് എന്താണ്? നിങ്ങളുടെ അക്കൗണ്ട്, ആ അക്കൗണ്ടിനകത്തുള്ള നിങ്ങളുടെ പണം. അങ്ങനെയാണ് ഒരു ATM കാർഡ് പ്രവർത്തിക്കുന്നത്. വളരെ ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു കാർഡിനെ പറ്റി പറയുകയാണെങ്കിൽ, അതായത് അപ്പാർ കാർഡ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് വെച്ചാൽ, ഒരു വിദ്യാർത്ഥിയുടെ കയ്യിൽ ഒരു കാർഡ് ഉണ്ടാകും. ആ കാർഡിനകത്ത് ഉള്ള ഡീറ്റെയിൽസ്, ആ കാർഡിനകത്തുള്ള അക്കൗണ്ടിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ആ വിദ്യാർത്ഥിയുടെ സ്റ്റഡി ഹിസ്റ്ററിയാണ്. നോർമൽ കാർഡിൽ പണമാണ് ഉള്ളതെങ്കിൽ ഇതിനകത്ത് ഉണ്ടാവുന്നത് നിങ്ങളുടെ അക്കാഡമിക് ക്രെഡിറ്റ്സ് ആണ്. അതായത് നിങ്ങളുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ നിങ്ങൾ അച്ചീവ് ചെയ്ത ക്രെഡിറ്റുകൾ എന്തൊക്കെയാണ്, അത്തരത്തിലുള്ള ഡീറ്റെയിൽസ് ഉൾപ്പെട്ടിരിക്കുന്ന ഒന്നാണിത്. നിങ്ങൾ പാസ്സാവുന്ന ഓരോ പരീക്ഷകളും, നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ സർട്ടിഫിക്കറ്റുകളും, ഇനി നിങ്ങൾ സ്പോർട്സിൽ എന്തെങ്കിലും അച്ചീവ്മെന്റ് ലഭിച്ചാൽ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ഒരു വർഷം ഗ്യാപ്പ് എടുക്കുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും സാഹചര്യവശാൽ പഠിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി മാറുന്നു, അത്തരത്തിലുള്ള ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇത്രയും കാലം അച്ചീവ് ചെയ്തൊന്നും മാഞ്ഞു പോകുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് തുടക്കം തൊട്ടേ വീണ്ടും ആരംഭിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല ഈ കാർഡ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ. നിങ്ങൾ സിമ്പിൾ ആയിട്ട് നിങ്ങളുടെ ക്രെഡിറ്റ്സ് ട്രാൻസ്ഫർ ചെയ്തു. 1ാം തരം മുതൽ PhD ലെവൽ വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ഈ കാർഡ് മാൻഡേറ്ററി ആണ്. ഈ കാർഡ് ലഭിക്കാനായിട്ട് നിങ്ങൾ ഏതെങ്കിലും ഏജന്റ് പേ ചെയ്യേണ്ട ആവശ്യമോ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും സേവാ സെന്ററുകളിൽ പോയിട്ട് അവിടെ പണം കൊടുക്കേണ്ട ആവശ്യമോ ഒന്നുമില്ല. വെറും 2 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് തന്നെ ഇത് ജനറേറ്റ് ചെയ്തെടുക്കാം. ഒന്നുകിൽ നിങ്ങൾ abc.gov.in എന്ന വെബ്സൈറ്റിലോ അതല്ലെങ്കിൽ appar.education.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിലോ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കാർഡ് ജനറേറ്റ് ചെയ്തെടുക്കാം. ഒരാളുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാർഡാണ് ദ അൾട്ടിമേറ്റ് ആയുഷ്മാൻ ഹെൽത്ത് കോംബോ. ABHA പ്ലസ് ഗോൾഡൻ കാർഡ് എന്നും ഇതിനെ അറിയപ്പെടുന്നു. പലപ്പോഴും ആളുകളുടെ ഒരു തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ചാൽ ABHA കാർഡ്, അതായത് ആഭ കാർഡും അതുപോലെ തന്നെ ആയുഷ്മാൻ ഭാരത് ഗോൾഡൻ കാർഡും ഒന്നാണ് എന്നുള്ളതാണ്. ആക്ച്വലി അത് ഒരു കാർഡല്ല. പക്ഷേ ഇത് നിങ്ങൾ രണ്ടും കൂടി, ഈ 2 കാർഡുകൾ നിങ്ങൾ ക്ലബ് ചെയ്യുകയാണെങ്കിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഹെൽത്ത് ഷീൽഡ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആദ്യം നമുക്ക് ABHA കാർഡ് അല്ലെങ്കിൽ ആഭ കാർഡ് ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്ത് സംസാരിക്കാം. ഈ കാർഡിന് നമുക്ക് ചുരുക്കിയിട്ട് വേണമെങ്കിൽ നിങ്ങളുടെ ഡിജിറ്റൽ ഹെൽത്ത് ലോക്കറാണ് എന്ന് നമുക്ക് പറയാം. കാരണം നിങ്ങൾക്ക് ഫ്രീ ഇൻഷുറൻസ് പണം തരുന്ന ഒന്നാണ് ഈ കാർഡ്. ഇതിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏതൊരു ഇന്ത്യൻ പൗരനും ഈ കാർഡ് എടുക്കാം. അതുപോലെ തന്നെ യാതൊരു തരത്തിലുള്ള ഫീസും ഈ കാർഡ് ജനറേറ്റ് ചെയ്യാനായിട്ട് കൊടുക്കേണ്ടതായിട്ടില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു കാർഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇൻഷുറൻസ് പണം പ്രൊവൈഡ് ചെയ്യുന്ന ഒന്നല്ല.
പക്ഷേ നിങ്ങളുടെ എൻറ്റയർ മെഡിക്കൽ ലൈഫ് ഈ കാർഡ് പ്രകാരം ഡിജിറ്റലൈസ് ചെയ്യപ്പെടുന്നു. നിങ്ങൾ എയിംസ് പോലെയുള്ള വലിയ വലിയ ആശുപത്രികളൊക്കെ പോകുന്ന സമയത്ത് ഈ കാർഡ് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അവിടെ ആഭ QR കോഡ് ഉണ്ടാകും. ആ QR കോഡിൽ സ്കാൻ ചെയ്താൽ നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഡിജിറ്റൽ ടോക്കൺ ലഭിക്കും. നിങ്ങളുടെ ഇതുവരെയുള്ള ബ്ലഡ് ടെസ്റ്റ്, എക്സ്റേ, അതുപോലുള്ള ടെസ്റ്റ് ഡയഗ്നോസിസ് റിപ്പോർട്ടുകൾ ഇതെല്ലാം നിങ്ങളുടെ 14 അക്ക ഡിജിറ്റൽ ഐഡിയിലേക്ക് സിങ്ക് ആയിട്ടുണ്ടാകും. ഇതിന്റെ ഗുണം എന്താണ്? വലിയ വലിയ ഫയലുകളും വലിയ വലിയ കെട്ടുകളും ഒക്കെ എടുത്ത് ഹോസ്പിറ്റലുകൾ സന്ദർശിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു കാർഡ് ഉണ്ടെങ്കിൽ ആ കാർഡ് സ്കാൻ ചെയ്യാനുള്ള ഫെസിലിറ്റി ഈ ആശുപത്രികളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ വലിയ കെട്ടുകളും കാര്യങ്ങളും ഒന്നും എടുത്ത് ഹോസ്പിറ്റലിൽ സന്ദർശിക്കേണ്ട ആവശ്യമുണ്ടാവില്ല. ഇനി ആയുഷ്മാൻ ഗോൾഡൻ കാർഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ആയുഷ്മാൻ ഗോൾഡൻ കാർഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നിങ്ങൾക്ക് പ്രതിവർഷം 5 ലക്ഷം രൂപ വരെ ഹെൽത്ത് ഇൻഷുറൻസ് ലഭിക്കുന്ന ഒന്നാണ് ആയുഷ്മാൻ ഗോൾഡൻ കാർഡ്. ഈ കാർഡ് ആക്ച്വലി ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ബില്ല് പേ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ്. ഓരോ കുടുംബത്തിനും 5 ലക്ഷം വരെ ഓരോ വർഷവും കംപ്ലീറ്റ്ലി ക്യാഷ്ലെസ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് നൽകുന്ന ഒന്നാണ് ആയുഷ്മാൻ ഗോൾഡൻ കാർഡ്. ഇന്ത്യയിലെ മിക്ക പ്രൈവറ്റ് ഗവൺമെന്റ് ആശുപത്രികളിലും ഈ കാർഡ് ഇന്ന് അക്സെപ്റ്റ് ചെയ്യുന്നു. 2026 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഈ കാർഡുകളുടെ കാര്യത്തിൽ വലിയൊരു ബ്രേക്ക് ത്രൂ നടത്തിയിരിക്കുകയാണ്. അവ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ വീട്ടിൽ 70 വയസ്സോ അതിന് മുകളിലോ പ്രായമുള്ള സീനിയർ സിറ്റിസൺ ഉണ്ടെങ്കിൽ ഈ കാർഡ് ലഭിക്കുന്നതിനായിട്ട് പ്രത്യേകിച്ച് മറ്റ് ക്രൈറ്റീരിയകളൊന്നും പാലിക്കേണ്ടതായിട്ടില്ല. അതായത് നിങ്ങളുടെ കുടുംബത്തിന്റെ ഇൻകം എത്രയാണ്, നിങ്ങളുടെ സ്വത്ത് എത്രത്തോളം ഉണ്ട്, ഇത്തരത്തിലുള്ള യാതൊരു കാര്യവും ഇവിടെ മാറ്റർ അല്ല. അവർക്ക് എക്സ്ക്ലൂസീവ് ആയിട്ട് സെപ്പറേറ്റ് 5 ലക്ഷം രൂപയുടെ കവറേജും ലഭിക്കും. നിങ്ങൾക്ക് ആഭ ID കിട്ടണം എന്നാണെങ്കിൽ നിങ്ങൾ സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് abha.abtm.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിലേക്ക് പോവുക. അതിനുശേഷം ആയുഷ്മാൻ ആപ്പിൽ നിങ്ങളുടെ ഗോൾഡൻ കാർഡ് സ്റ്റാറ്റസിലേക്ക് ഡയറക്ട്ലി ഇത് ലിങ്ക് ചെയ്യുക. അതുമല്ലെങ്കിൽ beneficiary.nha.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയാലും നിങ്ങൾക്ക് ഈ കാർഡ് ജനറേറ്റ് ചെയ്യാം. മറ്റൊരു പ്രധാനപ്പെട്ട കാർഡാണ് ഇ-ശ്രം കാർഡ്. നോൺ ഗവൺമെന്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ആളുകൾക്കും പ്രധാനമായിട്ടും ഉണ്ടായിരിക്കേണ്ട ഒരു കാർഡാണ് ഇ-ശ്രം കാർഡ്. പലപ്പോഴും ആളുകൾ ചിന്തിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കാർഡ് മാനുവൽ ലേബേഴ്സിന് മാത്രം ഉള്ളതാണ് എന്നതാണ്. പക്ഷെ നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ഗവൺമെന്റ് ഇപ്പോൾ ഈ കാർഡ് മോഡേൺ വർക്ക് ഫോഴ്സിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്കും അവൈലബിൾ ആക്കിയിരിക്കുകയാണ്. നിങ്ങളൊരു ക്യാബ് ഡ്രൈവർ ആണെങ്കിൽ, സ്വിഗ്ഗി, സൊമാറ്റോ അത്തരത്തിലുള്ള ഡെലിവറി പാർട്ണറായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങളൊരു ഗിഗ് വർക്കറായിട്ട് കണക്കാക്കപ്പെടും. അതുപോലെ തന്നെ ഗവൺമെന്റ് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഡെഡ് ലൈൻ ഉണ്ടാക്കിയിരിക്കുകയാണ്. എന്തിന്? ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ ഒരു സിസ്റ്റത്തിനകത്തേക്ക് കൊണ്ടുവരുന്നതിനായിട്ട്. ഈ ഒരു ധൃതി എന്തിനാണ് സർക്കാർ കാണിക്കുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് PFO അല്ലെങ്കിൽ ESI പോലെയുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു അൺഓർഗനൈസ്ഡ് സെക്ടറിൽ പെടുന്ന ഒരു തൊഴിലാളിയായിട്ട് കണക്കാക്കപ്പെടും. ഈ കാർഡ് നിങ്ങളുടെ ഒഫീഷ്യൽ നാഷണൽ ലേബർ ID ആയിട്ടാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. ഗവൺമെന്റ് ഏതെങ്കിലും സാഹചര്യത്തിൽ അടിയന്തരമായിട്ട് ഏതെങ്കിലും ഫിനാൻഷ്യൽ റിലീഫോ അല്ലെങ്കിൽ ഡയറക്റ്റ് ക്യാഷ് ട്രാൻസ്ഫറോ ഉത്തരവിടുകയാണെങ്കിൽ ഈ ഒരു ഡാറ്റാബേസ് ആയിരിക്കും ഗവൺമെന്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് പരിശോധിക്കുന്നത്. അത് മാത്രമല്ല ഇൻസ്റ്റന്റ് 2 lakhs rupees, അതായത് അടിയന്തരമായിട്ട് 2 ലക്ഷം രൂപ ആക്സിഡന്റൽ ഇൻഷുറൻസും ഈ കാർഡ് പ്രകാരമുള്ള ആളുകൾക്ക്, ഈ കാർഡിൽ വരുന്ന ആളുകൾക്ക് ലഭിക്കുന്നു. നിങ്ങൾ 15 വയസ്സിനും 69 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ഇന്ത്യൻ പൗരനാണെങ്കിൽ ഈ കാർഡ് കിട്ടാനുള്ള എലിജിബിലിറ്റി നിങ്ങൾക്കുണ്ട്. e-shram.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഈ കാർഡ് നിങ്ങൾക്ക് ലഭ്യമാകും. PM ശ്രം യോഗി മന്ദൻ കാർഡാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാർഡ്. അത്രയും അണ്ടർ യൂട്ടിലൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആളുകൾ അധികം തീരെ ഉപയോഗിക്കാത്ത ഒരു കാർഡാണ് PM ശ്രം യോഗി മാൻധാൻ കാർഡ്. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗിഗ് വർക്കേഴ്സ് അല്ലെങ്കിൽ ചെറിയ ചെറിയ കടകളൊക്കെ ഇട്ട് ജീവിക്കുന്ന ആളുകൾ, ഫ്രീലാൻസ് ജോലി ചെയ്യുന്ന ആളുകൾ, ഇവരൊക്കെ ആഫ്റ്റർ പോയിന്റ് ഓഫ് ടൈം അല്ലെങ്കിൽ റിട്ടയർമെന്റ് കാലത്തിനൊക്കെ ശേഷം ഇവർക്ക് പെൻഷൻ ലഭിക്കില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. സോ ഇത്തരത്തിൽ പെൻഷന്റെ ആനുകൂല്യങ്ങളൊന്നും ഇല്ലാതെ എങ്ങനെയായിരിക്കാം ഇവരൊക്കെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നത്? ഈ കാർഡിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ 60 വയസ്സിന് ശേഷം ഇത്തരത്തിലുള്ള അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് പ്രതിമാസം 3000 രൂപ പെൻഷൻ കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷേ ആളുകൾ മിസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതൊരു കോൺട്രിബ്യൂട്ടറി സിസ്റ്റം ആണ്. നിങ്ങളുടെ പ്രായത്തിന് അനുസരിച്ച് ഈ ഒരു കാർഡിലേക്ക് നിങ്ങൾ സൈനപ്പ് ചെയ്യുന്ന സമയത്ത് ഓരോ മാസവും ഒരു ചെറിയ കോൺട്രിബ്യൂഷൻ നിങ്ങൾ കൊടുക്കേണ്ടതായിട്ടുണ്ടാകും. ഒരു 50 രൂപ മുതൽ 200 രൂപ വരെയുള്ള ഒരു കോൺട്രിബ്യൂഷൻ ഓരോ മാസവും കൊടുക്കേണ്ടതായിട്ടുണ്ടാകും. പക്ഷേ ഇതിൽ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ട് ഒരു പാർട്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കൊടുക്കുന്ന ഓരോ കോൺട്രിബ്യൂഷനും ഗവൺമെന്റും അതുമായിട്ട് മാച്ച് ചെയ്യും. അതായത് നിങ്ങൾ നിക്ഷേപിക്കുന്ന തുകയുടെ 50% ഗവൺമെന്റും അവരുടെ സൈഡിൽ നിന്നും ഒരു കോൺട്രിബ്യൂഷൻ ആയിട്ട് ഇതിലേക്ക് നിക്ഷേപിക്കും. ഇത് ചുരുക്കി പറയുകയാണെങ്കിൽ നിങ്ങൾ റിട്ടയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സർക്കാർ നൽകുന്ന ഒരു ഫ്രീ സഹായം തന്നെയാണ്. മാൻധാൻ.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ കാർഡുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ചെന്ന് പരിശോധിക്കാം. അടുത്ത കാർഡ് സ്റ്റേറ്റ് ശ്രാമിക് കാർഡാണ്. അതല്ലെങ്കിൽ BOCW ലേബർ കാർഡ് എന്നും ഈ കാർഡിനെ അറിയപ്പെടും. ലോക്കൽ ഗവൺമെന്റ് ബോഡീസ് ഓതറൈസ് ചെയ്യുന്ന ഒരു കാർഡാണിത്. കൂടുതൽ ബെനിഫിറ്റും അല്ലെങ്കിൽ ലോക്കൽ ഗവൺമെന്റിന്റെ കൂടുതൽ ബെനിഫിറ്റും ഇതിനകത്ത് കൂടുതൽ ഇൻവോൾവ് ആയിരിക്കുന്നു. നിങ്ങളൊരു പ്ലംബർ, ഇലക്ട്രീഷ്യൻ, അതല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, ഇങ്ങനെയൊക്കെ ഇത്തരത്തിലുള്ള ഫീൽഡൊക്കെ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ ഗവൺമെന്റ് നിങ്ങൾക്ക്, അതായത് സംസ്ഥാന ഗവൺമെന്റുകൾ നിങ്ങൾക്ക് കൂടുതൽ പ്രയോറിറ്റി നൽകുന്നു. അതുകൊണ്ട് തന്നെ ധാരാളം വെൽഫെയർ ബെനിഫിറ്റുകളും ഈ കാർഡ് കയ്യിലുള്ള ആളുകൾക്ക് ലഭിക്കുന്നു. പ്രധാനപ്പെട്ട ബെനിഫിറ്റുകൾ എന്താണെന്ന് വെച്ചാൽ ഈ കാർഡിന്റെ ഉടമസ്ഥന്റെ മകളുടെ വിവാഹത്തിന് 51,000 രൂപ വരെയുള്ള സർക്കാർ സഹായം നേരിട്ട് ലഭ്യമാകും. അതുകൂടാതെ കുട്ടികൾക്ക് ഫ്രീ എഡ്യൂക്കേഷനും സ്കോളർഷിപ്പും, അതുപോലെ തന്നെ
പണിയായുധങ്ങൾ, സൈക്കിൾ ഇവ വാങ്ങുന്നതിനായിട്ട് ക്യാഷ് അലവൻസ് ലഭിക്കുന്നു. മാത്രമല്ല സംസ്ഥാനത്തിന് ബാക്കപ്പ് ഉള്ള ഹെൽത്ത് സിസ്റ്റത്തിലേക്ക് ഡയറക്റ്റ് ഉള്ള ആക്സസും ലഭിക്കുന്നു. 20 രൂപ മുതൽ 60 രൂപ വരെ ഏകദേശം വരുന്ന ഒരു വളരെ ചെറിയ രജിസ്ട്രേഷൻ ഫീസ് മാത്രമാണ് ഇതിനായിട്ടുള്ളത്. സംസ്ഥാനത്തിന്റെ BOCW പോർട്ടലിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ പേര് വെച്ച് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാർഡിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് കാണാം. ഈ സഞ്ജീവനി OPD കാർഡാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാർഡ്. ഒരു ചെറിയ പനിയോ തലവേദനയോ വരുന്ന സമയത്ത് നമ്മൾ സാധാരണയായിട്ട് എന്താണ് ചെയ്യുന്നത്? നമ്മൾ ഏറ്റവും അടുത്തുള്ള ക്ലിനിക്കിലേക്കോ ഹോസ്പിറ്റലിലേക്കോ പോകുന്നു. നമുക്ക് ചെറിയ പനിയോ തലവേദനയോ വരുമ്പോൾ നമ്മൾ എന്താണ് സ്വാഭാവികമായിട്ട് ചെയ്യുന്നത്? നമുക്കറിയാം, ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ക്ലിനിക്കിലോ പോയി കഴിഞ്ഞാൽ 10, 300, 500 രൂപ വരെ അവിടെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും ഈ ഒരു സാഹചര്യം ഒഴിവാക്കാനായിട്ട് ആളുകൾ സ്വാഭാവികമായിട്ട് ചെയ്യുന്നത് ഏറ്റവും അടുത്ത മെഡിക്കൽ ഷോപ്പിൽ പോയി അവർക്ക് അറിയാവുന്ന ഒരു മരുന്ന് ചോദിച്ചു വാങ്ങി, എനിക്ക് പനിയാണ്, എനിക്ക് ജലദോഷമാണ്, തലവേദനയാണ് എന്ന് പറഞ്ഞ് ഒരു മരുന്ന് വാങ്ങി കഴിക്കുന്നു. പക്ഷെ ഇതിന്റെ ഒരു പ്രത്യാഘാതം അല്ലെങ്കിൽ സൈഡ് എഫക്ട് എന്ന് പറയുന്നത് ഇത്തരത്തിൽ റാൻഡം ആയിട്ടുള്ള മരുന്നുകൾ വാങ്ങുന്നത് വഴി നമുക്ക് ഗുരുതരമായ കരൾ, ലിവർ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള പ്രോബ്ലങ്ങൾ അവസാനിപ്പിക്കുന്നതിനായിട്ടാണ് ഈ സഞ്ജീവനി ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഡോക്ടറുമായിട്ട് ലൈവ് വീഡിയോ കോൾ, അതും സൗജന്യമായിട്ട് നൽകാനുള്ള ഒരു ആക്സസ് ആണ് ഈ കാർഡുള്ളവർക്ക് ലഭിക്കുന്നത്. അവർ നിങ്ങളുടെ സിംറ്റംസ് എല്ലാം പരിശോധിച്ച് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പ്രിസ്ക്രിപ്ഷൻ എന്താണോ അത് നൽകുന്നു. കൺസൾട്ടേഷൻ ഫീ ആയിട്ട് യാതൊരു പൈസയും മുടക്കാതെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള മെഡിക്കൽ അഡ്വൈസ് ലഭിക്കുന്നു. ഈ സഞ്ജീവനി OPD.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഈ കാർഡുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. സ്വന്തമായിട്ട് കൃഷിഭൂമിയും കൃഷിയിടമുള്ള എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാർഡാണ്, അല്ലെങ്കിൽ എല്ലാവർക്കും ഉണ്ടായിരിക്കേണ്ട ഒരു കാർഡാണ് കിസാൻ കാർഡ്, അല്ലെങ്കിൽ ഡിജിറ്റൽ കിസാൻ രജിസ്ട്രി. PM കിസാന്റെ അണ്ടറിൽ പ്രതിവർഷം 6000 രൂപ കൃഷി ഇനത്തിൽ നിങ്ങൾക്ക് വരുമാനമുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾ സേഫ് ആണ് എന്നാണ്. പക്ഷേ ഇപ്പോൾ റൂറൽ ഇന്ത്യയെ കംപ്ലീറ്റ് ആയിട്ട് ഗവൺമെന്റ് റീമാപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കൃഷിക്കാരന്റെ എക്സാക്ട് ആയിട്ടുള്ള ജിയോഗ്രഫിക്കൽ ലാൻഡ് പ്ലോട്ടിന്റെ അടിസ്ഥാനമാക്കിയിട്ട്, അല്ലെങ്കിൽ ആ ലാൻഡ് പ്ലോട്ടുമായിട്ട് അവരുടെ ആധാർ കാർഡ് ഇപ്പോൾ സർക്കാർ ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് സബ്സിഡി നിരക്കിൽ കാർഷികോൽപ്പന്നങ്ങൾ വാങ്ങണമെങ്കിൽ, അതായത് വളം, വിത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വാങ്ങണമെങ്കിൽ ചുമ്മാ നിങ്ങൾ നടന്നു പോയി ക്യാഷ് കൊടുത്ത് വാങ്ങി വരാനുള്ള സാഹചര്യം ഇനി അങ്ങോട്ടില്ല. ഡിജിറ്റൽ കിസാൻ ID നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ കിസാൻ ക്രെഡിറ്റ് കാർഡ് പ്രകാരം ലോണിന് അപ്ലൈ ചെയ്യാൻ ഈ കാർഡ് ഇപ്പോൾ അത്യാവശ്യമായിട്ടുണ്ട്. PMKisan.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഈ കാർഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനും അപ്ലൈ ചെയ്യാനും സാധ്യമാണ്. സീനിയർ സിറ്റിസൺ ID കാർഡാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാർഡ്. ഇതിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ മുതിർന്ന പൗരന്മാർക്കുള്ള ബെനിഫിറ്റ് ലഭിക്കാനായിട്ട് അവരുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ട ഒരു കാർഡാണ് സീനിയർ സിറ്റിസൺ ID കാർഡ്. 60 വയസ്സോ അതിന് മുകളിലോ പ്രായമുള്ള ആളുകൾക്കാണ് ഈ കാർഡ് ഉപകരിക്കുന്നത്. പലപ്പോഴും ആളുകൾ ചിന്തിക്കുന്നത് ബസ്സിൽ കൺസെഷന് വേണ്ടി മാത്രമാണ് ഈ ഒരു കാർഡ് ഉപയോഗിക്കുന്നത് എന്നാണ്. പക്ഷേ അല്ല, ഇതിന്റെ ബെനിഫിറ്റ് ഇപ്പോൾ ധാരാളമായിട്ട് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഗവൺമെന്റ് ഓഫീസുകളിലും പബ്ലിക് കൗണ്ടറുകളിലും ഒക്കെ ഒരു മുതിർന്ന പൗരന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ, അല്ലെങ്കിൽ കൂടുതൽ സമയം ക്യൂവിലും മറ്റും കാത്തു നിൽക്കാതെ പെട്ടെന്ന് തന്നെ അവരുടെ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു കാർഡ് കൂടിയാണ് സീനിയർ സിറ്റിസൺ കാർഡ്. അതുപോലെ തന്നെ പല മുനിസിപ്പൽ കോർപ്പറേഷനുകളിലും പ്രോപ്പർട്ടി ടാക്സിനകത്ത് ബെനിഫിറ്റ് ലഭിക്കാനും ഈ കാർഡ് സഹായകമാകുന്നുണ്ട്. അതുപോലെ തന്നെ ചില ഫിക്സഡ് ഡെപ്പോസിറ്റുകളിൽ മികച്ച ഇൻട്രസ്റ്റും ഈ കാർഡ് ഹോൾഡ് ചെയ്യുന്ന ആളുകൾക്കുണ്ട്. സംസ്ഥാനത്തിന്റെ സോഷ്യൽ വെൽഫെയർ പോർട്ടലിൽ പോയി കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും സൗജന്യമായി ഈ കാർഡ് ഇഷ്യൂ ചെയ്യാൻ സാധിക്കും. ഈ കാർഡിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ സാധ്യമാണ്. അല്ലെങ്കിൽ നാഷണൽ പോർട്ടലായ elderline.dosj.gov.in എന്ന വെബ്സൈറ്റിലും നിങ്ങൾക്ക് ലഭിക്കും. സോ ഒരു ഇന്ത്യൻ പൗരന്റെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട 8 കാർഡുകൾ, ആധാർ കാർഡും പാൻ കാർഡും മാത്രമേ പലപ്പോഴും നമ്മൾ കാര്യമായിട്ട് എടുക്കാറുള്ളൂ. പക്ഷേ ഞാൻ ഈ പറഞ്ഞ 8 കാർഡുകൾ നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം ബെനിഫിറ്റുകൾ ഒരാൾക്ക് ലഭിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഓരോ ഇന്ത്യക്കാരന്റെയും കയ്യിൽ അവരുടെ പ്രായത്തിനും അവരുടെ സാമ്പത്തിക അടിസ്ഥാനത്തിനും എല്ലാം കണക്കാക്കിയിട്ട് അവർക്ക് ഉതകുന്ന തരത്തിൽ ധാരാളം കാർഡുകൾ ഇപ്പോൾ സർക്കാർ തന്നെ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. സോ ഈ കാർഡുകളെ പറ്റിയുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. കൂടുതൽ ആളുകളിലേക്ക് ഈ വീഡിയോ നിങ്ങൾ എത്തിക്കുക. ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ആയിട്ടും എഴുതാവുന്നതാണ്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ. ബ്രാൻഡ് പാർട്ണർഷിപ്സ് ആൻഡ് അഡ്വർടൈസിംഗ് എൻക്വയറീസിനായി ഇമെയിൽ ID brand@boswala.com അല്ലെങ്കിൽ 9108014192 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ ബന്ധപ്പെടൂ. ബോസ്വാല, ബി ദ ബോസ്.